എന്താ ഒരാലോചന? ആലോചനയല്ല, ചൂട് സഹിക്കാൻ വയ്യ. റമളാനാണ്. എന്തെന്നാ ഇപ്പൊ ഇത് പറയാ? AC ഇല്ലാണ്ട് ഒരു മിനിറ്റ് പറ്റൂല ട്ടക്കി. എന്നാ അവിടെ അകത്ത് വരുന്നോളെ. ആത്ത് പോയിരിക്കല്ല, ഞാൻ ഈ പുറത്ത് കാറ്റുണ്ടല്ലോ വെച്ചിട്ടാ ഇവിടെ വന്നിരുന്നത്. ഇത് ഗൾഫിനെക്കാട്ടും വലിയ ചൂടാ ഇപ്പൊ ഇവിടെ. എന്തത് കഥ? നമ്മുടെ ഏയ്, നാട്ടിൻപുറം പൊള്ളി കിടക്ക. എന്തായാലും നിങ്ങളെ സഹിക്കണം. ഇവിടെ പുറത്തിറങ്ങിയാലും ചൂട്. ഭയങ്കര ചൂടല്ലേ? അവിടെ പിന്നെ പുറത്തിറങ്ങണ്ട, റൂമിൽ അവിടെ ഇരുന്നാ മതി AC-ല്. പിന്നെ എന്തിനാ പോകുന്നേ? കാണും ഇരുന്നാ പോരെ. ഈ അങ്ങോട്ട് പോരെ, പെരുന്നാൾ ആ, അവിടുന്ന് ആഘോഷിക്കാലോ. ഞാൻ കൂടെ എത്ര പറഞ്ഞു നിങ്ങൾ അതിന് ടിക്കറ്റ് എടുക്കാതെ നാട്ടിലാഘോഷിക്കാൻ പോകുന്നതല്ലേ. നാട്ടില് പെരുന്നാൾ ആഘോഷിക്കുമ്പോ എന്തൊക്കെ പറഞ്ഞാലും അതിന്റെ ഒരു സുഖം വേറെ അറിയാം. അനക്കറിയാം. നിങ്ങൾ എന്തായാലും ടിക്കറ്റ് പെട്ടെന്ന് ഇടിക്കും. ആൾക്കാർ ഓരോന്ന് പറച്ചിൽ തുടങ്ങി. എന്ത്? ആൾക്കാർ പറഞ്ഞ നിങ്ങൾക്ക് അറിയില്ല, എന്താ പറയുന്നത്? നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര കൊല്ലായി? കുട്ടികളില്ലാത്ത കാര്യല്ലേ? ആ, ആൾക്കാര് പറയണതേ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അവര് പലതും പറഞ്ഞോളൂ, അത് നോക്കിയിട്ട് കാര്യമില്ല. എന്നാലും നമുക്കൊരു കുട്ടീനെ വേണം. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം വന്ന് ഞമ്മൾ അറിഞ്ഞിരിക്കണ്. അത് ശരി. അപ്പൊ നമുക്ക് എന്തൊക്കെയാ വിശേഷം? ആൾക്ക് മനസ്സിലായില്ലേ? ആ, ഇവിടെ വരാൻ അബുക്ക. എന്തൊക്കെയാ വിശേഷം? നല്ല വിശേഷം. അവിടെ കേട്ടിപ്പോ നല്ല ചൂടില്ല. ചൂടിന്റെ കഥയൊന്നും പറയണ്ട. ഞങ്ങൾക്ക് പിന്നെ അവിടെ AC ഉണ്ടല്ലോ. എനിക്ക് ഓഫീസിൽ ഇരുന്നാ മതിയല്ലോ. ഇവിടെ ഇപ്പൊ അവിടുത്തെ അതേ ഇത് തന്നെയായിരുന്നു, ചൂട് തന്നെ. അതെ 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 അതെ. വേറെ ഇപ്പൊ എന്താ, ഗൾഫും നാടും തമ്മിൽ ഇപ്പൊ വലിയ വ്യത്യാസമൊന്നും വലിയ ഇല്ല വ്യത്യാസം ചൂടിന്റെ കാര്യത്തിൽ. അതെ ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതെ. എന്താണ് വിശേഷങ്ങള്? വിശേഷം എന്താ ഇപ്പൊ, പാപ്പ വെച്ചിട്ട് ഇപ്പൊ രണ്ടുമില്ലായില്ലേ? രണ്ടാമത്തെ കൊല്ലാപ്പത്. രണ്ടാവാറായി. കഴിഞ്ഞതിന്റെ മുമ്പത്തെ റമളാനിലാണ്. അതെ 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 അതെ. അപ്പൊ നല്ലൊരു മനസ്സിലായി. നമ്മള് ഉണ്ട്. നമ്മള് 8-ാം തീയതി ഉറങ്ങില്ലേ? പാപ്പന്റെ അവിടെ നമ്മള് പ്രത്യേക ഒരു ഇതാക്കലൊക്കെ ഉണ്ടിട്ടാ. പിന്നെ അതൊക്കെ ഞാൻ വെള്ളിയാഴ്ച എല്ലാ വെള്ളിയാഴ്ചയും അത് ഞാൻ അങ്ങോട്ട് പറഞ്ഞു ജയിക്കും. അതിലൊന്നും ഒരു മുടക്കുണ്ടാവില്ല. പാപ്പ പിന്നെ പള്ളിയുടെ ആളായിരുന്നല്ലോ, എന്ത് കാര്യങ്ങളും അവിടേക്ക് അങ്ങോട്ട് എത്തിക്കായിരുന്നു. പിന്നെ നമുക്ക് ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ലല്ലോ. അതെ അതെ നമ്മക്കെല്ലാം അങ്ങോട്ട് കൊണ്ടുതരില്ല. അതെ അതെ അല്ല മനസ്സിലല്ലേ, പടച്ചോന അമ്മ ആൾക്കാർ വേഗം കണ്ടു കൊണ്ടേക്കാള്. എനിക്കറിയില്ല എന്താ ചെയ്യുന്നത്. അപ്പൊ വേറെ എന്താ, നമ്മളിപ്പോ വന്നത് മാലിയമ്പറ്റിക്കാരൻ ഞാൻ അയച്ച ബൊക്കറാജി ഞാനായിട്ടുള്ള ബന്ധം അങ്ങനെയാണല്ലോ. പുള്ളിക്കാരനാണല്ലോ ഇപ്പൊ അവിടുത്തെ മെയിൻ അല്ലേ. ഇജ്ജ് കണ്ട മിന്നാരെ കുസാറായിക്കണ്. ഇജ്ജ് വരുമ്പോ നോക്കിയാ? ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. അത് കംപ്ലീറ്റ് നമ്മളെ അവർക്കറാജിന്റെ മോനാണ്, ബീരാന. കംപ്ലീറ്റ് ഓൻ്റെ. അതെ. പിന്നെ മാർബിൾ ഉണ്ടല്ലോ കേട്ടിട്ടുള്ള ഫൈസല്. എന്താ മാർബിൾ ഇടാനുള്ള വകുപ്പൊക്കെ ഉണ്ടാ തരാനുള്ളതൊക്കെ ഓരെ. പിന്നെ നമ്മള് അതിനായിട്ട് മതി ഒതുക്കി. നമ്മളോട് പറഞ്ഞാണെങ്കിൽ കുറച്ചും കൂടി നല്ല മാർബിൾ ഇട്ട് തന്നിരുന്നില്ലേ. പിന്നെ തല്ലാജ് കിട്ടി. ബ്രിഡ്ജ് അത് ആരാ തന്നത്? ഫറൂഖിലെ നാസറിന്റെ മോൻ. ഓപ്പൊ പുതുതായിട്ട് വന്നപ്പോഴേ ഷമീർ. അതേ എടുക്കാണ്ടായുള്ളൂ, കൂടുതലും തന്നില്ല. അവിടെ ആവശ്യമാണ്. എന്താ അറിയോ, വരുമ്പോ ഒരു തണുത്ത വെള്ളം കിട്ടാറിഞ്ഞാല് നല്ല ചൂട്. ഇപ്പൊ എന്താ കുഴപ്പച്ചാല്, ഇപ്പൊ അവിടെ ആൾക്കാര് ഉഷ്ണിച്ചിട്ട് ഇങ്ങനെ തുള്ളു അവിടെ കിടന്നിട്ട്. AC ഒന്നാണ്ട് വെച്ചിട്ടില്ല. ഒക്കെയാണിപ്പൊ ഞാൻ അങ്ങോട്ട് കമ്മിറ്റിക്ക് എന്താ മോളെ 10,000 ആള് കയറുന്നത്, ഒരു ഫാൻ 4 ഫാൻ വെച്ച് എന്ത് കാര്യമുള്ളത്? ഇജ്ജ് ആലോചിച്ച് നോക്ക്. എത്ര AC-ക്കുള്ള സ്പേസ് ഉണ്ട്? ഇങ്ങനെ ഒരു 5-8 വെക്കണ്ടേ അതിന്റെ ഉള്ളില്. ഏരിയ കുറച്ചില്ലേ? അതിപ്പോ AC ആരാ ഏറ്റുള്ളത് തരാന്ന്? അതിപ്പോ ആരും ഏറ്റില്ല. ബാക്കിയൊക്കെ ഇപ്പൊ ഏതാണ്ട് ഇപ്പൊ ഒരുങ്ങി കൂടീനു. അതിപ്പോ ഇജ്ജ് മനസ്സ് വെച്ചാ നടക്കൂലേ? മനസ്സ് വെച്ചാ നടക്കായൊന്നുമില്ല. പക്ഷെ ഇപ്പൊ എന്താ സംഭവിച്ചാലേ, സാമ്പത്തികമായിട്ടൊക്കെ ചെറിയൊരു പ്രശ്നം ഉണ്ട് ഇപ്പോ. കാരണം വേറൊന്നല്ല, ഞാൻ ഈ കണ്ടമാനം പ്രോപ്പർട്ടീസ് അവിടെ ഇവിടെ ഒക്കെ എടുത്തിട്ടുണ്ട്. അതല്ല അത് ഇപ്പൊ ഈ മാസം അടുത്ത മാസം ഒക്കെ ആയിട്ട് അതിന്റെ രജിസ്ട്രേഷനാണ്. അപ്പൊ അതിന് അത്യാവശ്യം പൈസ വേണ്ടതുണ്ട് ഇപ്പൊ. പിന്നെ 1-2 പ്രോപ്പർട്ടി വിൽക്കാനുള്ളതും ഉണ്ട്. അത് വിൽക്കേണ്ട കാര്യം ഉണ്ടായിട്ടല്ല, എന്നാലും അവിടെ കിടക്കാൻ നമുക്ക് അങ്ങോട്ട് അങ്ങനെ നോട്ടം എത്തണില്ല. പിന്നെ അവിടെ വെറുതെ ഇട്ടിട്ട് കാര്യമില്ലല്ലോ. നല്ല വില കിട്ടുകയാണെങ്കിൽ കൊടുക്കാം, അങ്ങനെയും വിചാരിച്ചിട്ടുണ്ട്. വലിയൊരു സംഖ്യ ഒന്നും വരില്ല. അപ്പൊ AC-ക്ക് ഇപ്പൊ ഒരു 10-45 ലക്ഷം എങ്ങനെ വരും?
45 ആ, ലക്ഷം. അല്ല സോറി 45 അല്ല 45,000 റുപ്യ. ആ ഒരു 1 ടണ്ണിന്റെ. ആ ആ. അപ്പൊ വലിയ ഒരു 5 ഉറുപ്പ്യന്റെ ഉള്ളിലൊക്കെ ശരിയാവും മോനെ. അല്ല അതിന്റെ ഉള്ളിൽ അതിന് 8-10 AC എന്തായാലും വേണ്ടി വേണം. വരില്ലേ? ആ ഇപ്പൊ എന്താ ചെയ്യാ? പിജി അത് കണ്ടറിഞ്ഞിട്ട് ഇവിടെ പള്ളിക്കല്ലേ, വേറെ ഞാനിപ്പോ എവിടേക്കല്ലല്ലോ. ഞാൻ ഈ പറഞ്ഞ പ്രോപ്പർട്ടിയുടെ വിഷയങ്ങളൊക്കെ കാരണേ അപ്പൊ അതിന്റെ ഒരു സാമ്പത്തിക പ്രശ്നം. എന്തായാലും ഒരു കാര്യം ചെയ്യാം. നമ്മളെ സക്കാത്തിന്റെ പൈസക്ക് ഒരു 5 ലക്ഷം റുപ്യ അവിടെ എടുത്ത് ആ വെച്ചിട്ടുണ്ട്. എല്ലാ കൊല്ലം ഞാൻ കൊടുക്കണാണ്. ആ അപ്പൊ സക്കാത്തിന്റെ പൈസ പ്രാവശ്യം കൊടുക്കണ്ടാക്കിയ ആ അത് നമുക്ക് പള്ളിയിലേക്ക് ആ അത് നല്ല കാര്യം. അതങ്ങനെ ചെയ്യാം. ഒരു 5 ലക്ഷം വെറുതെ റുപ്യ. അവിടെ മുങ്ങണം നുള്ളി കുത്തൊന്നും അപ്പൊ കാര്യമില്ല. AC ഉള്ള പേരിൽ തന്നെയാണ് ആക്കാലോ. ആയിക്കോട്ടെ. എന്താ എന്റെ അഭിപ്രായം എന്താ? അതിനോടൊക്കെ അത്ര വലിയ നല്ല അഭിപ്രായമല്ലേ. അതെന്തോടും നമ്മളെ പള്ളിയിലേക്കുള്ളതല്ലേ. പള്ളിയും സക്കാത്തും വേറെ അല്ലേ. നാ- പള്ളിക്കൽക്ക് AC കൊടുത്തോളൂ. അല്ല അത് മാത്രല്ല, നാട്ടുകാരുടെ മുമ്പിൽ നമ്മളാണ് ആ AC കൊടുത്തതെന്നുള്ള അത് ഒരു നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളെ പ്രോപ്പർട്ടി നിങ്ങൾ പറഞ്ഞല്ലോ നിങ്ങളത്തെ പൈസ ഉണ്ട് അതുണ്ട് ഇതുണ്ടെന്നൊക്കെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾ പള്ളികൾക്ക് കൊടുക്കണേന്ന് ഞാൻ പറഞ്ഞില്ല. കാരണം നിങ്ങളെ പോലുള്ള ആൾക്കാർ പള്ളികൾക്ക് സദക്ക കൊടുത്തിട്ട് തന്നെയാണ് പള്ളികൾ ഓരോ സ്ഥലത്തും ഉണ്ടാവുന്നത്. അതിനൊന്നും ഞാൻ ഒരു മറുപടിക്ക് പറയാനില്ല. അത് നിങ്ങളുടെ സ്വന്തം ഇഷ്ടം, നിങ്ങൾ നയിച്ചുണ്ടാക്കിയ പൈസയാണ് നിങ്ങൾക്ക് കൊടുക്കാം. പക്ഷെ സക്കാത്ത് പൈസ അത് തൊട്ട് നിങ്ങൾ കളിക്കരുത്. കാരണം നിങ്ങൾക്ക് കോടാനുകോടി മുതലുണ്ട്. അതിൽ നിന്ന് ഇത്ര കൊടുക്കാൻ പറ്റൂ, ഏകദേശം 2-2.5% അതിൽ നിന്ന് സക്കാത്ത് കൊടുക്കാം. നമ്മളെ അത് പഠിപ്പിച്ചിട്ട് നമ്മളെല്ലാ കൊല്ലം കൊടുക്കണല്ലേ. അത് എല്ലാ കൊല്ലും കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ കൊല്ലും കൊടുക്കണം. അത് വെച്ചിട്ടുള്ള കളിക്കരുത്. അല്ല അത് നമുക്ക് അടുത്ത കൊല്ലത്തേക്ക് മാറ്റി വെക്കാം. അത് പറ്റൂലല്ലോ. അത് അത് വിചാരിച്ചിട്ട് എല്ലാവർക്കും വന്ന് കുത്തിരിക്കാനുള്ള സ്ഥലമല്ലേ ഇത്? എല്ലാവർക്കും വന്ന് കുത്തിരുന്നോട്ടെ. കുത്തിരുന്നൂടെ? ആ അവിടെ AC വേണമെന്ന് നിർബന്ധം. അങ്ങനെ വേണമെങ്കിൽ ഇതേപോലത്തെ ആൾക്കാർ വേറെ ഇല്ലേ, അവരോട് തരാൻ പറയും. പക്ഷെ ഈ അന്നയില്ലാത്ത കുട്ടികൾ നമ്മുടെ നാട്ടിൽ കുറെ ഉണ്ട്. അത് നിങ്ങൾക്കറിയോ? നിങ്ങൾക്കറിയോ? അത് മുടക്കല്ലേ മുടക്കല്ല. ഞാൻ ആരും ഒരു സാധനം മുടക്കാൻ നിൽക്കല്ല. നിങ്ങൾ ഈ പാവപ്പെട്ട കുട്ടികൾ ഇങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തും 27 ഒരു പോയിട്ട് പൈസ അടിക്കുന്ന നിങ്ങൾ കണ്ടിട്ടില്ലേ? കണ്ടിട്ടില്ലേ? ഉണ്ടോ? ഉണ്ടോ? നിങ്ങൾ കൊടുക്കുവോ ആ കുട്ടികൾക്ക് ഒരു കുട്ടി ഡ്രസ്? നിങ്ങൾ കൊടുക്കുവോ? ഒരു നേരത്തെ ഭക്ഷണം നിങ്ങൾ കൊടുക്കുവോ? ഉണ്ടോ? അല്ലടോ അത് നമുക്ക് എന്തെങ്കിലും ഒക്കെ ചെയ്തുകൂടെ? ഇത് എന്ത് ചെയ്യണേ? നിങ്ങൾ കൊടുക്കുവോ? എന്നാല് ആകെ നിങ്ങൾ ഈ കുട്ടികൾക്ക് കൊടുക്കണത്, അല്ലെങ്കിൽ ഓരോന്ന് വന്നിട്ട് ഓരോ വീടുകളുടെ മുമ്പിലും ഒന്ന് ഓരോ അവകാശമാണത്. നിങ്ങളെ നിർബന്ധമാണ് കൊടുക്കണം എന്നുള്ളത്. ആ പൈസ എടുത്തിട്ട് പള്ളിക്കൽക്കല്ല കൊടുക്കേണ്ടത്. എന്താ പള്ളിക്കൽക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുത്തോളൂ. അതൊക്കെ യാതൊരു ഒരു കാര്യം ചെയ്യ്. 8 AC വേണ്ട, ഒരു 6 എണ്ണം ബാക്കി കൊടുത്താളെ. സക്കാത്ത് പൈസ നമ്മൾ എടുത്തിട്ട് ഒരു കളി കളിക്കാൻ പറ്റും. സക്കാത്ത് പൈസ അല്ലാതെ പ്രാവശ്യം എന്റെ അടുത്ത് ഒഴിവ് പൈസ നിങ്ങൾ പള്ളിക്കൽ AC വെക്ക്, ഫാന് വെക്ക്, എന്ത് വേണേലും ചെയ്തോളി. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, സക്കാത്ത് പൈസ അത് ഇവിടെ തൊടാൻ പറ്റൂല. അതിന് ഇവിടെ അർഹതപ്പെട്ട ആൾക്കാരുണ്ട്. അത് നിങ്ങളുടെ കടമയാണെങ്കിലേ അത് അവരുടെ അവകാശമാണ്. അത് നിങ്ങൾ മറക്കരുത്. അതെ, അത് നിങ്ങൾ വിചാരിക്കും നിങ്ങളെ അത് ഒരു കൊടുക്കാണെന്ന്, ഓസിക്ക് കൊടുക്കാണ്, അങ്ങനെ കൊടുക്കാണ്, ഇങ്ങനെ കൊടുക്കാണെന്ന്. അല്ല, അത് നിങ്ങളുടെ കടമയാണെങ്കിൽ അത് വാങ്ങല് അവരുടെ അവകാശമാണ്. അത് നിങ്ങൾ ഒരിക്കലും മറക്കാൻ പാടില്ല. വല്ലാണ്ട് നാവ് ആൾക്കരുത്. പെണ്ണാണ്. ഞാൻ പെണ്ണനാണ്. ഞാൻ എന്റെ കുടുംബത്തിൽ എന്താ പറഞ്ഞത്? എനിക്ക് പറ്റാത്ത കാര്യങ്ങൾ എന്റെ കുടുംബത്തിൽ കാണുമ്പോ ഞാൻ ചോദിക്കും. പള്ളി കമ്മിറ്റിക്ക് എതിരാക്കി പത്താൻ പറഞ്ഞു. ഞാൻ ആർക്കും എതിരല്ല. ഞങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഞാൻ ആർക്കും എതിരല്ല. ഞാൻ എന്താ പറഞ്ഞത് നിങ്ങളോട്? ഞാൻ എന്താ പറഞ്ഞത്? ഞങ്ങളുടെ പള്ളി കമ്മിറ്റിയിൽ ഫാൻ വെക്കണ്ട, AC വെക്കണ്ട, വെള്ളം വെക്കണ്ട, എന്തെങ്കിലും പറഞ്ഞോ? നിങ്ങൾ അവിടെ എന്താ നടത്തിക്കോളി, അത് എന്റെ വിഷയമല്ല. പിന്നെ ഇക്ക് കൊണ്ടൊരു കാര്യം പറയണ്ട്. ഇത് പൈസ സക്കാത്ത് കൊടുക്കണ പൈസ അത് നിങ്ങളുടെ കടമയാണ്. നോമ്പിന്റെ അത് കൊടുക്കേണ്ട കാര്യമാണ്. അത് അവകാശപ്പെട്ടവരുണ്ട്, അത് നിങ്ങൾ എത്തിക്കണം. മാത്രല്ല നമ്മൾ പെരുന്നാളിൽ അരി വാരി കൊടുക്കല് അതും നിർബന്ധമാണ്. ഇതൊക്കെ നമ്മളെ തലയിൽ കിടക്കുന്ന കാര്യങ്ങളാണ്. നാളെ നിങ്ങളെ തലമുറക്കും വേണ്ടിട്ട് ഞാൻ ഈ പറഞ്ഞത്. പിന്നെ ഞാനൊരു അനുഭവിക്കില്ല. നിങ്ങളോട് ഇരിക്കണം. നിങ്ങൾ ഇരുന്നിട്ട് പോയാൽ മതി. ഇരിക്കും. നിങ്ങൾ ഇത്ര മാത്രമേ പറഞ്ഞില്ല അനുഭവിക്കുന്നു. എന്താ ഞാൻ അനുഭവിക്കുന്നത്? ഈ ചങ്ങായിയുടെ വാപ്പുള്ള സമയത്ത് നിങ്ങൾ പല കാര്യങ്ങളും പറഞ്ഞു. ഇതേപോലെ പൈസ കൊടുത്ത് മേടിച്ചോണ്ടില്ലേ? മൂപ്പരാണ്ട് കൊണ്ടു തരില്ല, മേടിക്കലും ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളൊന്നും കണ്ടില്ല. പക്ഷെ അന്ന് ഇപ്പൊ കൃത്യമായിട്ട് ഇവിടെ കൊടുത്തിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയില്ലേ? എന്റെ അമ്മോസാക്ക് ഇവിടെ ഉള്ള കാലത്ത് അവിടുന്ന് മുതലേക്കേ ഇവിടെ വരിക. അത് മുടക്കാൻ ഞാൻ സമ്മതിക്കൂല. അത് ഇപ്പാക്ക് നല്ലതിനല്ല, ഇപ്പൊക്കെ അത് ഇഷ്ടമല്ല. അത് നിങ്ങൾ മറക്കരുതിട്ടാ. നിങ്ങൾ പള്ളിക്കൽക്കേ ഇപ്പത്തെ ഒരു പുതിയ പരിപാടി ഉണ്ട്. ഒരുവിധം എല്ലാ പള്ളിക്കലും കരാറിന് കൊടുക്കണ പരിപാടി. എന്നിട്ട് അവിടെ വെക്കുന്ന വരുമാനങ്ങള് അതെന്താണ്ടാവുന്നത്? അവിടെ തന്നെ ചെലവാക്കല്ല. നിങ്ങൾ കുറച്ച് മഹാമാരുണ്ടല്ലോ പള്ളി കമ്മിറ്റിക്കാര്, ഓല് വീതിച്ചെടുക്കും. അങ്ങനെ കര കടത്തിയത് മുതലുണ്ടാവുമല്ലോ, അതായിട്ട് AC-യോ നിങ്ങൾ TV-യോ നിങ്ങൾ എന്ത് സാധനം വെച്ചോളി. അതിന് നിങ്ങൾ നാട്ടുകാരുടെ പാവപ്പെട്ടവർക്ക് കിട്ടുന്ന പൈസ നിങ്ങൾ മുടക്കാൻ നിൽക്കരുത്. ഞങ്ങള് വെച്ചോളി. അതിന് പറ്റിയ ആൾക്കാരൊക്കെ നിങ്ങളുടെ കസ്റ്റഡിയിലുണ്ടാവും. പക്ഷെ ഈ പാവപ്പെട്ടവർക്ക് സക്കാത്ത് പൈസ കൊടുക്കണത് നിങ്ങൾ മുടക്കാൻ നിൽക്കരുത്.
എന്നോടെ കൂട്ടാൻ പറഞ്ഞ കൂടി പോവും. അബുക്ക കുറച്ചേരം ഇജ്ജ് നിർത്ത് അബുക്ക. അല്ല പറയാറിയല്ലോ. അല്ല അതിപ്പോ കാര്യം ഓള് പറഞ്ഞതില് വാസ്തവുണ്ട്. നമ്മള് സക്കാത്തും പൈസ കൊടുക്കണ്ട് നമ്മളെ പിന്നെ അത് ഞങ്ങളുടെ ഔദാര്യം ഒന്നല്ല. ബാധ്യതയാണ്. അത് ഔദാര്യമല്ല. അപ്പൊ അത് നമ്മൾ അത് കൊടുത്തേ ഞങ്ങളുടെ പറ്റുള്ളൂ. ബാധ്യതയും മേടിക്കലും അല്ല അവരുടെ ഞാൻ ഇപ്പൊ അവകാശമാണ്. ആലോചിച്ച് നോക്കിയപ്പോഴേക്കും പിടുത്തം കിട്ടി. എന്നിട്ട് എ സി മറ്റു സാധനങ്ങൾ നമുക്ക് വേറെ എന്തെങ്കിലും കാര്യം പിന്നീട് ആലോചിക്കാം. ഇത് തൽക്കാലം ഇപ്പൊ ഇങ്ങനെ പോട്ടെ. അല്ല ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ നിങ്ങളോട്, നിങ്ങളെ പള്ളി കമ്മിറ്റിയിൽ പലിശക്ക് കൊടുക്കാത്ത എത്ര ആൾക്കാരുണ്ട്? നിങ്ങളുടെ പള്ളി കമ്മിറ്റിക്കാരൊരു ബാക്ക് വശം ഒന്ന് നോക്കി നോക്കാണ്ട് നിങ്ങള് ഓര് ചെയ്യാത്ത കർമ്മങ്ങൾ എന്തെങ്കിലും ഉണ്ടാ? അതിക്രമങ്ങൾ എന്തെങ്കിലും ഉണ്ടാ? ഇന്നിപ്പൊ ഇങ്ങോട്ട് വന്നിട്ട് ഒരു അജിറ്റ് ചെയ്ത് വന്നിട്ട് ഞാൻ പുണ്യാളായി നടക്കണം എത്ര ആൾക്കാരുണ്ട് പള്ളി കമ്മിറ്റിയില്? നിങ്ങൾക്ക് ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. പലിശ കൊടുക്കാത്ത എത്ര ആൾക്കാരുണ്ട്? അനക്ക് വിവരം കൂടുതലാ. ഇക്ക് വിവരം ഇച്ചിരി കൂടുതൽ തന്നെയാണ്. ആയിക്കോട്ടെ അപ്പളേ ഇജ്ജ് നിർത്ത് ഇനി പോട്ടെ. ഉള്ള നമ്മളിപ്പോ അനക്ക് സക്കാത്ത് മുടക്കണില്ല. എന്തായാലും പോട്ടെ. വേണമെങ്കിൽ 500 രൂപ കൊടുത്താലേ എനിക്ക്. അതിനിപ്പോ ഒന്നും വേണ്ട. അത് പിന്നെ നോക്കാം. എന്നാ നിങ്ങള് പോയിക്കോളെ. ഈ വാണ്ടി വരുന്നുണ്ടോ? ഞാൻ വരാം. പിന്നെ വരാം. ഈ ഏച്ചിയുടെ കണക്ക് പറഞ്ഞിട്ട് നിൽക്കാൻ നിൽക്കണ്ട. അപ്പുറത്ത് 10ന്റെ പൈസ കിട്ടില്ല. അത് നിങ്ങൾ ഉറപ്പിച്ച കാര്യം തന്നെയാണ്. ഇതാ വാപ്പാടെ മഴ നിങ്ങൾക്ക് കിട്ടൂല. ബോക്കരാജിന്റെ പോരെ പോയി. ബോക്കരാജിന്റെ മക്കളാണ്. അതാണ് ഇത്ര പറഞ്ഞത് നിങ്ങളോട്. ആ ബോക്കരാജ് ചെയ്തു വരുന്ന ഒരു കാര്യം ഇവിടെ ഓരോന്നും നടത്താൻ അങ്ങനെ പറ്റില്ല. കൂട്ടാൻ പറ്റില്ല. ഉണ്ടായിരിക്കും മുണ്ടല്ലേ. ഒരു ബൈക്ക് 4 അല്ലടോ ചങ്ങായി ഇജ്ജ് എന്ത് വർത്താനാണ് അയാളേനിട്ട് ഇങ്ങനെ അയാൾ കയ്യിൽ നിന്ന് മുക്കാൻ വേണ്ടിട്ടാണ്. എന്നിട്ട് അത് കിട്ടൂലെന്ന് കണ്ടപ്പോ അയാൾ ധന്യത്തോട്ട് കയറുന്ന കണ്ടില്ല നിങ്ങള്? നിങ്ങളൊരു പൊട്ടൻ. ഈ ഇത്ര വയലാവൊക്കെ ഉണ്ടായിരുന്ന ഉണ്ട്. ഇത്ര വയലാവുണ്ട്. ഇങ്ങനെ വാപ്പ പഠിപ്പിച്ചാന്നതല്ലേ. ഞാൻ കെട്ടിക്കൊണ്ടിരുന്ന കാലത്ത് ഇവിടെ അങ്ങനെ ഒന്നും ഉണ്ടായിരിക്കും. പൊയ്ക്ക അധികം എന്നെ കെട്ടിക്കൊണ്ടിരുന്ന കാലത്ത് ഇവിടെ അങ്ങനെ ആൾക്കാർ നിൽക്കുമ്പോ ഇക്കേ അഭിമാനിയായിരുന്നു എന്റെ അമ്മോസനെ വിചാരിച്ചിട്ട്. നിങ്ങളത് ഇല്ലാതൊക്കെ നിൽക്കരുത്. ഇങ്ങനെ ഉണ്ട് ഒരു മുസീബത്ത് ഇത്.